ജില്ലാ കളക്ടറായിരുന്ന കാലത്ത് വികസനത്തിന് നേതൃത്വം നൽകിയ ചെറായി ബീച്ചിൽ ഓർമ്മകൾ പുതുക്കി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ സന്ദർശനം നടത്തി. കടൽ തീരത്തെ വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തിയ അദ്ദേഹം അവിടെയുണ്ടായിരുന്ന പൊതുജനങ്ങളുമായും സഞ്ചാരികളുമായും സൗഹൃദം പങ്കുവച്ചു. ജനാധിപത്യ പ്രക്രിയയിൽ എല്ലാവരും പങ്കാളികളാകണമെന്നും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശം വിനിയോഗിക്കണമെന്ന് ഓർമ്മിപ്പിക്കാനും അദ്ദേഹം മറന്നില്ല. ഔദ്യോഗിക തിരക്കുകൾക്കിടയിലും തന്റെ പഴയ പ്രവർത്തന മണ്ഡലമായ ചെറായിയുടെ മണ്ണിലേക്ക് ഓർമ്മകൾ പുതുക്കാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ എത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്താനായി കേരളത്തിലെത്തിയ അദ്ദേഹം സന്ദർശനത്തിന്റെ 3-ാം ദിനം അതിരാവിലെയാണ് ചെറായി ബീച്ചിലെത്തിയത്. 22 വർഷങ്ങൾക്ക് മുൻപ് എറണാകുളം ജില്ലാ കളക്ടറായിരുന്ന കാലത്ത് താൻ മുൻകൈയെടുത്ത് നടപ്പിലാക്കിയ വികസന പദ്ധതികൾ അദ്ദേഹം നേരിൽ കണ്ട് വിലയിരുത്തി. ചെറായി ബീച്ചിനെ ഇന്നത്തെ രീതിയിലുള്ള പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുന്നതിൽ കളക്ടറായിരുന്ന സമയത്ത് ജ്ഞാനേഷ് കുമാർ വലിയ പങ്ക് വഹിച്ചിരുന്നു. തീരത്തെ നടപ്പാതയിലൂടെ നടന്ന അദ്ദേഹം വിനോദസഞ്ചാരികളോടും പൊതുജനങ്ങളോടും സംവദിക്കുകയും അവർക്കൊപ്പം ഫോട്ടോ എടുക്കുകയും ചെയ്തു. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശം വിനിയോഗിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹം എല്ലാവരെയും ഓർമ്മിപ്പിച്ചു. ബീച്ചിന്റെ മുഖച്ഛായ മാറ്റിയ നവീകരണ പ്രവർത്തനങ്ങൾക്കും ചെറായി വായനശാലയുടെ നിർമ്മാണത്തിനും അദ്ദേഹം നൽകിയ പിന്തുണയെ വായനശാല ഭാരവാഹികളും നാട്ടുകാരും നന്ദിയോടെ സ്മരിച്ചു. ജില്ലാ കളക്ടർ ജി പ്രിയങ്ക, സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ കേൽക്കർ, അസിസ്റ്റന്റ് കളക്ടറും സ്വീപ് നോഡൽ ഓഫീസറുമായ പാർവതി ഗോപകുമാർ, സബ് കളക്ടർ ഗ്രന്ഥേ സായി കൃഷ്ണ, DTPC സെക്രട്ടറി ലിജോ ജോസഫ്, റണ്ണേഴ്സ് ക്ലബ് ഭാരവാഹികൾ, ചെറായി വായനശാല ഭാരവാഹികൾ, മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, എറണാകുളം. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്